ആതിര മിസ് ആണ് കേട്ടോ. അപ്പം ആതിര മിസ്സിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എക്സാം ഇതാ ഇങ്ങെടുക്കാറായി. അപ്പൊ നമ്മൾ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാലും നമ്മൾ എക്സാം ആവാറായല്ലോ, നമുക്ക് ഒരുപാട് ഇനിയും ആക്ടിവിറ്റീസ് പഠിക്കണ്ടേ? നമ്മൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറേ ആക്ടിവിറ്റീസ് നമുക്ക് പഠിക്കണ്ടേ? അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് എന്താണ്? സംഭാഷണം. സംഭാഷണം എങ്ങനെ എഴുതാം, ഏത് രീതിയിൽ എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നത് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? യെസ്. അപ്പൊ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അത് മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയോ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്? യെസ്, നമ്മൾ ഒന്നോ അതിലധികമോ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ് സംഭാഷണം അല്ലേ? നിങ്ങൾക്കറിയോ? ഇപ്പം മിസ്സും നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത് അതൊരു സംഭാഷണമാണ്. മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നു, നിങ്ങളുടെ മിസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മിസ്സിന് ഉത്തരം പറഞ്ഞു തരുന്നു. അതൊരു തരത്തിലുള്ള സംഭാഷണമാണ്. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഭാഷണം എഴുതുന്നത് നോക്കിയാലോ? വാ. അപ്പൊ നമുക്ക് ചോദ്യം മിസ് വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കാട്ടോ. കുട്ടിയും തള്ളയും എന്ന കഥയിലെ ആശയം അമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് എന്ത്? കുട്ടിയും തള്ളയും. ആ ഒരു കവിത നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള പാഠഭാഗമാണ് അല്ലേ? ആ ഒരു കവിതയിലെ ആശയം അമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? വാ. കുട്ടിയും അമ്മയും തമ്മിലുള്ള ആ സംഭാഷണമാണല്ലോ. അപ്പൊ കുട്ടി ഒരുപാട് സംശയങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ അതിനനുസരിച്ച് ആൻസർ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കേൾക്കാൻ ആകാംക്ഷയുണ്ടോ? എങ്ങനെയായിരിക്കും എന്നുള്ളത് മിസ്സിന്റെ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. കുട്ടി: അമ്മേ, ഈ പൂവള്ളിയിൽ നിന്നും പൂക്കൾ പറന്നു പോകുന്നത് നോക്കമ്മേ. അമ്മ: ഉണ്ണി, അത് പൂക്കളല്ല, പൂമ്പാറ്റകളാണ്. കുട്ടി പറയാണ് എന്ത്? അമ്മേ, ഈ പൂവള്ളിയിൽ നിന്നും പൂക്കൾ പറന്നു പോകുന്നത് നോക്കമ്മേ. അപ്പൊ അമ്മ എന്താ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്? ഉണ്ണി, അത് പൂക്കളല്ല, പൂമ്പാറ്റകളാണ്. അത് പൂക്കളല്ല, പൂമ്പാറ്റകളാണെന്ന് അമ്മ പറഞ്ഞ് തിരുത്തി കൊടുക്കാണ്, കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാണ് അല്ലേ? അപ്പൊ കുട്ടി പറയുന്നത് എന്താണ്? മേലെ ആകാശത്തിലേക്ക് അവ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണമ്മേ. എനിക്കും അവരെ പോലെ പറന്ന് അവരുടെ കൂടെ കളിക്കാൻ തോന്നുന്നു. അപ്പൊ കുട്ടീന്റെ ആഗ്രഹം അമ്മയോട് പറയാണ്. എന്താണ് കുട്ടി അമ്മയോട് പറയുന്നേ? മേലെ ആകാശത്തിലേക്ക് അവ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അമ്മേന്ന് അമ്മയോട് പറയാ അല്ലേ? എനിക്കും അവരെ പോലെ പറന്ന് അവരുടെ കൂടെ കളിക്കാൻ തോന്നുന്നു. എനിക്കും അവരുടെ കൂടെ പറന്ന് കളിക്കാൻ തോന്നുകയാണെന്ന് അമ്മയോട് ഇങ്ങനെ കുഞ്ഞ് പറയാണ്. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഉണ്ണി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഉണ്ണി എന്ന് പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. നിനക്ക് ഈ മണ്ണിൽ പിച്ച വെച്ച് നടന്ന് കളിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അമ്മ കുട്ടിയോട് എന്താ പറയുന്നത്? നിനക്കേ ഈ മണ്ണിൽ പിച്ച വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ എന്ന് പറയാണ്. എന്നാൽ ഇക്കാണുന്ന പിച്ചക ചെടിക്ക് അതിന് കഴിയുന്നുണ്ടോ? അപ്പൊ അമ്മ എന്താ കുട്ടിയോട് പറയുന്നത്? നിനക്കേ ഈ മണ്ണില് പിച്ച വെച്ച് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്. എന്നാൽ ആ ഒരു പിച്ചക ചെടിയെ കാണിക്ക, ആ ചെടിക്ക് ഇതേപോലെ പിച്ച വെച്ച് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുട്ടി. അതെന്താ അമ്മ അങ്ങനെ? അത് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഒരു ഉമ്മ തരാം. അപ്പം കുട്ടി ചോദിക്കുകയാണ് അതെന്താ അമ്മേ? അപ്പൊ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണല്ലേ അമ്മ പറഞ്ഞ കാര്യം. എന്നിട്ട് ചോദിക്കുക അതെന്താ അമ്മ അങ്ങനെ? ആ രീതിയിൽ ചോദിക്കുക. അങ്ങനെ അതിന് അമ്മ ഉത്തരം പറഞ്ഞു തരാണെങ്കിൽ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ തരാമെന്നും കുട്ടി പറയുന്നുണ്ട്. അമ്മ: ഉണ്ണി, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്പം മാത്രമാണ്, എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാണല്ലോ. അപ്പം അമ്മ എന്താ പറയുന്നത്? മോനോട് പറയാണല്ലേ, ഉണ്ണി, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്പം മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയോ? നമ്മൾ ഓരോന്നോരോന്നായി പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. നമ്മളിപ്പം മരിക്കുന്ന സമയം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാതും പഠിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ജീവിതാവസാനം വരെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് അമ്മ പറയുന്നത്, ഉണ്ണി, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്പം മാത്രമാണല്ലേ, കുറച്ച് മാത്രമാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ. എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാണല്ലോ, എല്ലാം നമ്മുടെ ദൈവത്തിന്റെ തീരുമാനങ്ങളാണല്ലോ എന്ന് ആരാ പറയുന്നത്? അമ്മ ഉണ്ണിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണല്ലേ.
അപ്പം നല്ലൊരു പാഠഭാഗമായിരുന്നു നമ്മുടെ കുട്ടിയും തള്ളയും. അപ്പം അത് നമ്മളൊരു സംഭാഷണ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളോട് ഏതെങ്കിലും ഒരു പാഠഭാഗത്തിന്റെ സംഭാഷണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ പാഠഭാഗത്തിലെ ക്യാരക്ടേഴ്സിനെ ആദ്യം അറിയണല്ലോ, കഥാപാത്രങ്ങളെ ആദ്യം അറിയണല്ലോ. അതാണ് മിസ് എപ്പോഴും പറയുന്നത്, പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം, അതിലെ കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇതിന് തൊട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.